ഹെവൻലി മാസ്റ്റേഴ്സ് സ്പോട്ട് എന്ന ഈ ചാനലിലേക്ക് ഏവർക്കും ആർദ്രവുമായി സ്വാഗതം. കർത്താവ് നമ്മളെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും നമ്മളെ സ്നേഹത്തോടെ വഴി നടത്തുകയും ചെയ്യുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. അനുഗ്രഹിക്കപ്പെട്ടൊരു ടോപ്പിക്കിലാണ് നമ്മൾ പോകുന്നത്. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കാറുണ്ട്. പ്രാർത്ഥിക്കാത്ത ആൾക്കാർ വിരളമായി. എല്ലാ ക്ഷേത്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്, ചർച്ചുകളിൽ, മോസ്കുകളിലൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്, എല്ലാ മതങ്ങളിലും പ്രാർത്ഥിക്കാറുണ്ട്. എന്നാൽ എന്താണ് പ്രാർത്ഥന എന്ന് നമ്മോട് ഒരാൾ ചോദിച്ചാൽ നമ്മൾ പറയും നമ്മുടെ ആവശ്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതാണ് പ്രാർത്ഥന. യഥാർത്ഥത്തിൽ നമ്മൾ പ്രാർത്ഥന പഠിച്ച എവിടെ നിന്നാണ്? നമ്മൾ പ്രാർത്ഥന പഠിച്ചത് ഏതോ ചർച്ചുകളിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചർച്ചിൻ്റെ ഒരു കൂട്ടായ്മയിൽ ചെന്നപ്പോൾ അവർ പ്രാർത്ഥിക്കുന്ന കേട്ട് നമ്മൾ പഠിച്ചു, ഇല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ നമ്മുടെ പ്രാർത്ഥന എന്താണ്? കർത്താവ് എൻ്റെ അപ്പനെ സുഖമാക്കണം, അമ്മയെ സുഖമാക്കണം, എൻ്റെ ഭാര്യയെ സൂക്ഷിക്കണം, എൻ്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണം, എന്നെ സൂക്ഷിക്കണം, എൻ്റെ മകൻ്റെ കല്യാണം 12-ാം തീയതി ആണല്ലോ കർത്താവെ, എൻ്റെ മകൻ്റെ കല്യാണം അന്നത്തേക്ക് എല്ലാം കർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ വീട്ടിൽ ആ ദാരിദ്ര്യം മാറണം, കടഭാരം മാറണം, ബെൻസ് കാർ എടുക്കണം, വാഗ്ദത്തങ്ങൾ നിറവേണം. ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന. യഥാർത്ഥത്തിൽ അട്ടർ ഫൂളിഷ്നെസ്സാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആര് പഠിപ്പിച്ചു ഈ പ്രാർത്ഥനയൊക്കെ? മതം പഠിപ്പിച്ചു. ഞാൻ തെളിയിച്ചു തരാം. നമ്മൾ തിരുവെഴുത്തുകളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവും. നമ്മൾ യേശു കർത്താവല്ല ഈ പ്രാർത്ഥന പഠിപ്പിച്ചത്. നമ്മളെ പഠിപ്പിച്ചത് മത നേതാക്കന്മാർ അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന വിശ്വാസ കുളത്തിലുള്ള ആൾക്കാരാണ് നമ്മൾ പഠിപ്പിച്ചത്. ശ്രദ്ധിച്ച് കേൾക്കണം. നമുക്ക് നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിച്ച് കരയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. കരഞ്ഞ് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച് ചങ്ക് താരുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ദൈവമേ എന്നോട് മനസ്സലിയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നിങ്ങൾ തിരുവെഴുത്തിലൊരു വാക്യം ഇങ്ങനെയുണ്ട്. നമ്മൾ യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 17-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഞാനും ബൈബിളിൽ വായിക്കാം. എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവും ഒക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു എന്നാണ് ആ വാക്യം. അടുത്ത വാക്യം, അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. ഹി ഹാസ് നോ ഇമോഷൻസ് ആൻഡ് നോ ഫീലിങ്സ്. നമുക്കാണ് ഇമോഷനും ഫീലിങ്ങും ഒക്കെ വെച്ച് ദൈവത്തോട് കർത്താവിനെ മനസ്സലിയിക്കാനും കരുണ തോന്നിപ്പിക്കാനും ഒക്കെ നോക്കുന്നത്. തിരുവെഴുത്തിൽ എഴുതി വച്ചിരിക്കുന്നു, അവന് വികാരമില്ല, ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല, ഫീലിങ്സ് ഇല്ല. നീ കരഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ഒരിക്കലും കരയാൻ പോകുന്നില്ല, അലിയാൻ പോകുന്നില്ല. കാരണം എന്താണെന്നറിയാവോ? എൻ്റെ ആദ്യത്തെ 17-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരവൊക്കെ ഉയർത്തങ്ങളുടെ വെളിച്ചങ്ങളുടെ പിതാവ് ഇന്നിറങ്ങി വരുന്നു എന്ന് എഴുതിയിട്ട് അടുത്ത വാക്യം എഴുതിയിരിക്കുകയാണ്, അവന് ആർക്ക്? ദൈവത്തിന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല. എന്ന് വെച്ചാൽ ഇമോഷനും ഫീലിങ്സും ഇല്ലെന്ന്. എന്തിനാ ആദ്യം ആ വാക്യം കൊടുത്തിരിക്കുന്ന എഴുതിയിരിക്കുന്നറിയാമോ? നമ്മൾ ദൈവത്തെ ഫീലിങ്സിൽ കൂടെ, ഇമോഷനിൽ കൂടെ തൃപ്തിപ്പെടുത്തി ദൈവത്തോട് കാര്യങ്ങൾ ബോധിപ്പിച്ച് കർത്താവേ ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്ത് ദൈവത്തിൻ്റെ മനസ്സലിയിക്കാൻ നോക്കുക. പക്ഷേ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ വിഡ്ഢിത്തരം അതാണ്. ദൈവത്തിൻ്റെ മനസ്സലിയിക്കാൻ നോക്കുന്ന വിഡ്ഢികളാണ് നമ്മൾ. ദൈവത്തിന് ഇമോഷനല്ല. കാരണം തൻ്റെ പുത്രനെ തന്നവൻ അതിനോടുകൂടി സകലവും നിങ്ങൾക്ക് തരാതിരിക്കുമോ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവത്തിൻ്റെ കയ്യിലൊന്നുമില്ല. പിതാവിനോട് ചോദിച്ചാൽ പുത്രനെ തരും. പുത്രന് സകലവും കൊടുത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ പുത്രൻ നമ്മുടെ ഉള്ളിലിരിക്കുന്നു. പുത്രന് സകലവും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് പുത്രനെ വഹിക്കുന്ന നിങ്ങൾക്കാണ് അത് ദൈവം തന്നിരിക്കുന്നത്. അതാണ് അതിൻ്റെ പ്രശ്നം.
യേശുവേ എൻ്റെ മകളുടെ രോഗം മാറ്റണം, എൻ്റെ മകളുടെ ഭാരം മാറ്റണം, എൻ്റെ മകളെ സൗഖ്യമാക്കണം, എൻ്റെ കുടുംബ പ്രശ്നം മാറണം, എൻ്റെ വീട്ടിലെ കാര്യം, ഇതെല്ലാം ദൈവത്തോട് നമ്മൾ ചോദിക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ നിങ്ങളുടെ അകത്ത് കിടക്കുകയാണ്. നമ്മുടെ അകത്താണ് ഇതിൻ്റെയൊക്കെ സൊല്യൂഷൻ. നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ ദൈവം 2 കൈ മടർത്തിയിട്ട് പോയി, എൻ്റെ കയ്യിലൊന്നുമില്ല. എല്ലാ വെളിച്ചത്തിൻ്റെ പിതാവിൽ നിന്ന് ഇറങ്ങി വരുന്നു പറഞ്ഞാൽ എല്ലാം വെളിച്ചത്തിൻ്റെ പിതാവായ ദൈവം നമ്മുടെ ഉള്ളിൽ തന്ന പുത്രനെ തന്നിരിക്കുകയാണ്. പുത്രൻ അകത്ത് വന്ന ഒരാൾക്ക് പുത്രത്വമുണ്ട്. അവൻ സംസാരിക്കുമ്പോൾ, കൽപ്പിക്കുമ്പോൾ, അവൻ വാ കൊണ്ട് സംസാരിക്കുമ്പോൾ അവൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ രാജത്വമുള്ള വാക്കുകളാണ്. അതുകൊണ്ടാണ് തോന്നിയത് വായിൽ നിന്ന് വിളിച്ച് പറയരുത് എന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നാവ് ഒരു തീയാണ്. ആ നാവ് കൊണ്ട് നമ്മൾ സംസാരിക്കുന്ന കാര്യം ക്രിയേറ്റ് ആകും. മനുഷ്യന് പണിയാനും മനുഷ്യന് ഇടിച്ചു കളയാനും പറ്റും. ഉദാഹരണം, ഒരു വീട് നമ്മൾ കെട്ടുമ്പോൾ ആ വീടിൽ ഒരു വീടാണത്, പക്ഷെ അതിൽ ആൾക്കാർ പാർക്കാൻ വരുമ്പോൾ ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു ഭവനമായി മാറും. ആ വീട്ടിനകത്ത് സമാധാനം ഉണ്ടാക്കണമോ, എന്നും ബഹളം ഉണ്ടാക്കി ഇറിറ്റേറ്റായിട്ട് അവിടെ ഹെല്ലാക്കി മാറ്റണമോ എന്ന് തീരുമാനിക്കാൻ നമുക്ക് കഴിയും. നമുക്ക് വാ കൊണ്ട് സംസാരിച്ച് ഹെല്ലാക്കി മാറ്റാനും പറ്റും. നമുക്കവിടെ ബഹളമുണ്ടാക്കി അവിടെ വാ കൊണ്ട് വേണ്ടാതനം പറഞ്ഞ് നമുക്കവിടെ ഹെല്ലാക്കി മാറ്റാനും പറ്റും. സമാധാനത്തെ കൊണ്ടുവരുവാനും പറ്റും. കാരണം പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ പോയാൽ 2-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ഇങ്ങനൊരു വാക്യം എഴുതിയിട്ടുണ്ട്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിലൂതി. നമുക്കറിയാവുന്ന ഒരു സംഭവമാണ്. അടുത്ത വാക്യം, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു എന്നാണ് വാക്യം. എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മേൽ 3 പാർട്ടാണ് മനുഷ്യനുള്ളത്: ദേഹം, ദേഹി, ആത്മാവ്. മനുഷ്യൻ ദേഹിയായി തീർന്നു എന്ന് ഉൽപ്പത്തി പറയുന്നു. അപ്പോൾ ഈ ശരീരം ആര് കൊടുത്തതാണ്? മനുഷ്യൻ ധരിച്ചതാണ് ആ ശരീരം. അല്ലെങ്കിൽ മനുഷ്യൻ തൻ്റെ ആദം എടുത്തിട്ട ഉടുപ്പാണ് ആ ശരീരം, മൺമയമായ ശരീരം. മനസ്സിലായോ? ജീവനുള്ള ദേഹിയായിട്ടാണ് മനുഷ്യൻ. ഈ ഇമോഷൻസ്, ഫീലിങ്സ് ഇതെല്ലാം വെളിപ്പെട്ട് വരുന്ന ഒരു സ്ഥലമാണ് ദേഹി. ദേഹം നമ്മുടെ ബോഡിയാണ്, ശരീരമാണ്. സ്പിരിറ്റ് ദൈവം നമ്മുടെ ഉള്ളിൽ അയച്ചിരിക്കുന്ന തൻ്റെ പുത്രൻ്റെ സ്പിരിറ്റാണ്. അല്ല, നിങ്ങൾക്ക് ആത്മാവില്ല. തിരുവെഴുത്ത് ശക്തമായി പഠിച്ചു നോക്ക്, കാര്യങ്ങൾ മനസ്സിലാവും. ഒരു പുതിയ അറിവാണതല്ലേ ഈ അറിവ്. കർത്താവ് തിരുവെഴുത്തിൽ തന്ന കാര്യങ്ങളാണ്. ഞാൻ അത് വിശദമായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ പഴയ നിയമത്തിനാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് ദേഹിയും ദേഹവുമുണ്ട്, ആത്മാവുണ്ട്. പക്ഷേ ആത്മാവിൽ ദൈവവുമായിട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ദൈവം അവരോട് പ്രത്യക്ഷപ്പെടുകയും അവരോട് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു പണ്ട്. അതുകൊണ്ടാണ് ദൈവം ഭാഗമായും വിവിധമായും പ്രവാചകന്മാരിൽ കൂടെയൊക്കെ അവരോട് സംസാരിച്ചു നൽകിയിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം, ഇസ്രായേലിൻ്റെ നാശത്തിന് ശേഷം ദൈവം സിംഹാസനത്തിൽ, അല്ലെങ്കിൽ ക്രിസ്തു സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ രംഗം, യഥാർത്ഥ ക്രിസ്തുവിൻ്റെ സിംഹാസനം നമ്മുടെ ഉള്ളിലാണെന്ന് എന്നെ കേൾക്കുന്ന ആൾക്കാർക്കറിയാം. ആ സിംഹാസനത്തിൽ ഇരിക്കുന്ന സമയം യേശു ക്രിസ്തു അതിൽ ഇരുന്നതിന് ശേഷം നമ്മളിലിരിക്കുന്ന ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരിലും ദൈവാത്മാവും ദേഹവും ദേഹിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ദൈവാത്മാവുണ്ട്, ദേഹമുണ്ട്, ദേഹിയുണ്ട്, മനുഷ്യൻ ഈ ഭൂമിയിലുമുണ്ട്. അപ്പോൾ ഈ ആത്മാവ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ബോധത്തിലേക്ക് വന്നാൽ മതി, നമ്മൾ തിരിച്ചറിവിലേക്ക് വന്നാൽ മതി. ആത്മാവെന്ന് പറഞ്ഞാൽ കസാര എടുത്തെറിയുന്നതും കിടന്ന് ഓടുന്നതും അന്യഭാഷ പറഞ്ഞ് കിടന്ന് ചാടുന്നതൊന്നുമല്ല ആത്മാവ്. ആത്മാവ് സുബോധത്തിൻ്റെ ആത്മാവാണ്. നിങ്ങളെ വഴി നടത്താൻ,
നിങ്ങൾക്ക് കാര്യങ്ങളെ പറഞ്ഞ് ചെയ്യിപ്പിക്കാൻ, നിങ്ങൾക്ക് വിഷൻസിനെ തരാൻ, നിങ്ങൾക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി തരാൻ ദൈവം അയക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ ആക്ടിവേറ്റ് ആയിക്കഴിഞ്ഞാൽ ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റും. അത്രയാണ് സംഭവം. അല്ലാതെ ദൈവം നമ്മളോട് അരുളി ചെയ്യുകയും സംസാരിക്കുകയും, ദൈവം അങ്ങനെയൊന്നും ചെയ്യത്തില്ല. ദൈവം ആത്മാവാണ്, ദൈവത്തിന് സംസാരിക്കാൻ കഴിയത്തില്ല. ദൈവത്തിന് ക്രിസ്തു അകത്തിരിക്കുന്ന ഒരാൾക്ക് ക്രിസ്തുവിലൂടെ ദൈവത്തെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ അവൻ്റെ ജീവിതത്തിൽ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ്റെ മിഷൻ കണ്ടുപിടിച്ച് അവൻ വെളിച്ചത്തിൽ നടന്ന് ക്രിസ്തുവിനെ പോലെ നടക്കാൻ ദൈവം വെളിച്ചത്തിൻ്റെ പാത തുറന്നു കൊടുക്കും. ആ വഴി അവന് ക്രിസ്തുവിൽ കൂടി മാത്രമേ ദൈവം തുറന്നു കൊടുക്കത്തുള്ളൂ. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, ഞാൻ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുക, അല്ലാതെ എന്നെ കേൾക്കുക എന്നല്ല പറഞ്ഞിരിക്കുന്നത്. എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കുന്നവനാകും. വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഇരുളിൽ നടക്കാതെ വെളിച്ചത്തിൽ നടക്കണമെങ്കിൽ ദൈവത്തെ അനുഗമിക്കണം. അതിന് ക്രിസ്തുവിനെ അനുഗമിക്കണം. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ വന്ന് എന്ന് ബോധമുള്ളവർക്ക് മാത്രമേ ക്രിസ്തുവിൽ നമുക്ക് അനുഗമിക്കാനായിട്ട് കഴിയത്തുള്ളൂ. പുത്രൻ വെളിപ്പെടുത്താതെ പിതാവിനെ നമുക്ക് അറിയാൻ കഴിയത്തില്ല എന്നൊരു ഭാഗവുമുണ്ട്. ഞാനപ്പോൾ ഇത്രയും പറഞ്ഞതിൻ്റെ കാരണം, മനുഷ്യൻ ദേഹിയുള്ളവനായിരുന്നു, അവൻ ദേഹമെടുക്കുകയാണ് ചെയ്യുന്നത്. 1 കൊരിന്ത്യർ ലേഖനം 15:45 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 15-ാമത്തെ അധ്യായം. നിങ്ങൾക്ക് തിരുവെഴുത്തുകൾ ബൈബിളിൽ നിങ്ങൾ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് വായിക്കാൻ കഴിയും. 1 കൊരിന്ത്യർ ലേഖനം 15:45-49 വരെയുള്ള വാക്യങ്ങൾ. ഓ ജീസസ്. അതിൽ ഒന്നാം മനുഷ്യനായ ആദം ജീവനുള്ള ദേഹിയായി തീർന്നു. എന്തായി തീർന്നു? ദേഹമല്ല, ദേഹിയായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്നാൽ ആത്മീകമല്ല, പ്രാകൃതമത്രേ ഒന്നാമത്തേത്. ആത്മീകം പിന്നത്തേക്ക് വരുന്നു. ഇന്ന് ലോകത്തിൽ നമ്മൾ നോക്കിയാൽ എല്ലാവരും ഭക്തരാണ്, ആത്മീകരല്ല. വെള്ള വസ്ത്രം ധരിച്ച് കറുത്ത പാൻ്റ് ഇട്ട് ലോഹയിട്ട് എന്നെല്ലാം പറയുന്നത് എല്ലാം മതത്തിൻ്റെ ആൾക്കാർ മുഴുവനും ഭക്തരാണ്. യേശുവിനെ കുറിച്ച് എതിർത്തെന്ന് പറഞ്ഞാൽ ഉടനെ അവർക്ക് കലിതുള്ളും. കാരണം ഭക്തരാണവർ, ആത്മീകരല്ല. ആത്മീകത എന്ന് പറയുന്നത് എല്ലാവരും പറയില്ല, ഞാൻ ആത്മീയതയിലേക്ക് പോകുന്നു. ഒരിക്കലും അവൻ ആത്മീയതയിൽ പോകാൻ പറ്റത്തില്ല, അവൻ മതഭക്തനാണ്. ഞാൻ അതിനെക്കുറിച്ച് പറയാം. അവിടെ എഴുതിയിരിക്കുന്നു, ഒന്നാം മനുഷ്യനെ ആദാം ജീവനുള്ള ദേഹത്തെ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിപ്പിക്കുന്ന ആത്മാവായി. എന്തായാലും ജീവിപ്പിക്കുന്ന ആത്മാവായി അടിവരയിടേണ്ട സംഭവമാണ്. ആദ്യത്തെ ആൾ ആരാണ്? ദേഹിയായി. രണ്ടാമത്തെ ആൾ വന്ന് ആത്മാവായി. ഇപ്പോൾ മനുഷ്യന് 3 എണ്ണമുണ്ട്. എന്നാൽ ആത്മീയമല്ല, പ്രാകൃതം അത്രേ ഒന്ന്. ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ, ആ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് വായിക്കണേ, 47. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണ് കൊണ്ടുള്ളവൻ. രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്ന് ഉള്ളവൻ. മണ്ണ് കൊണ്ടുള്ളവനെ പോലെ മണ്ണ് കൊണ്ടുള്ളവരും സ്വർഗീയനെ പോലെ സ്വർഗീയന്മാരും ആകുന്നു. നാം മണ്ണ് കൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമയും ധരിക്കും എന്ന അവർ പ്രസന്റ് ടെൻസ് പറയുകയാണ്. ധരിക്കും, അല്ലെങ്കിൽ പാസ്റ്റ് ടെൻസ് പറയുകയാണ്. ആ പ്രസന്റിൽ നിന്നുകൊണ്ട് പാസ്റ്റിൽ നിന്നുകൊണ്ട് പ്രസന്റ് ടെൻസ് പറയുകയാണ്. കാരണം ഞങ്ങൾ ധരിക്കും, പക്ഷെ നമ്മളിന്ന് ധരിച്ചിരിക്കുന്നു. അവർക്ക് കിട്ടാത്തത് നമുക്ക് കിട്ടി എന്നാണ് അർത്ഥം. ഇന്ന് നമ്മൾ ദേഹം, ദേഹി, ആത്മാവ് എന്ന 3 പൊസിഷനിൽ ജീവിക്കുന്നവരാണ്. അതിൻ്റെ ഗുണം എന്താണെന്നറിയാമോ? നമ്മൾ രാജാവും പുരോഹിതനുമാണ്. നമുക്ക് കാര്യങ്ങളെ കൽപ്പിക്കുവാനായിട്ട് കഴിയും, ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും. കാരണം നമ്മുടെ ഉള്ളിൽ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കുന്നവനായ ദൈവമാണ് വസിക്കുന്നത്. ദൈവത്തിൻ്റെ സിംഹാസനം നമ്മുടെ ഉള്ളിൽ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാര്യങ്ങളെ ക്രിയേറ്റ് ചെയ്യാനും പറ്റും. കാര്യങ്ങളിപ്പോൾ നമ്മൾ ഒരു കാര്യത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത്, ഒരു വീട് കെട്ടുകയാണ്, ഒരു മനുഷ്യൻ ക്രിയേറ്റ് ചെയ്യുകയാണ് അകത്ത്. അതിൻ്റെ തൂണ് ഇത്ര പൊക്കം വേണം, അതിൻ്റെ ബെഡ്റൂം ഇങ്ങനെ വേണം, ബെഡ്റൂമിന് ഇത്ര വലിപ്പം വേണം, ഹാൾ ഇങ്ങനെ വേണം,
ബാത്റൂം ഇത്ര കളർ ടൈൽസ് ഇടണം, ബാത്റൂം ഇത്ര നീളം വേണം, ടെറസ് ഇങ്ങനെ വേണം. ഇതെല്ലാം അയാളെ മനസ്സിനകത്ത് പ്ലാൻ ചെയ്യുകയാണ്, ഇമാജിൻ ചെയ്യുകയാണ്. പക്ഷെ ആർക്കും അത് കാണാൻ കഴിയത്തില്ല. അതിന് അയാൾ ഒരു മനുഷ്യനോട് പറയുകയും അയാളത് വരച്ച് കാണിക്കുകയും തനിക്ക് തൻ്റെ ഉള്ളിലെ പ്ലാൻ അനുസരിച്ച് അത് ബോധ്യപ്പെടുകയും ചെയ്യുമ്പോഴാണ് ആ പ്ലാന് ആക്ടിവേറ്റ് ആയി. പിന്നെ അത് കഴിയുമ്പോൾ താൻ ആ വീട് കെട്ടിക്കഴിയുമ്പോൾ ലോകം മൊത്തം അത് കാണുകയാണ്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് മനുഷ്യൻ്റെ ഉള്ളിൽ ദൈവം കൊടുത്തിരിക്കുന്ന വിൽ പവർ എന്ന് പറയുന്നത്. യേശുക്രിസ്തു യഹൂദന്മാരോട് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. സങ്കീർത്തനം 82:6 എടുത്ത വാക്യമാണത്. യോഹന്നാൻ 10:34 നിങ്ങൾ ദേവന്മാരാകുന്നുവെന്നും ദേവന്മാരുടെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു നിങ്ങൾ അറിയുന്നില്ലയോ, എഴുതിയിട്ടില്ലയോ? കാരണം ദേവന്മാരെന്നല്ലത് മലയാളം ട്രാൻസ്ലേഷനിൽ വന്നാണ് വി ആർ ഗോഡ്സ് എന്നാണ്. നമ്മൾ ദൈവങ്ങളാണ് എന്ന് ക്രിസ്തു വെളിപ്പെടുത്തുകയാണ്. ആര് പറയുന്നു? ക്രിസ്തു. ഇന്ന് ഞാനൊരു ദൈവമാണ് എന്ന് ഒരു വിശ്വാസ കോളത്തിൽ, ക്രിസ്ത്യൻ കോളത്തിൽ പറഞ്ഞ് എന്നെ കല്ലെറിയും. കാരണം അവരുടെ ദൈവം യേശുക്രിസ്തുവാണ്, അല്ലെങ്കിൽ വിശുദ്ധന്മാരാണ്, പിതാവാണ് എന്ന് അവർ പറയും. പക്ഷേ യഥാർത്ഥത്തിൽ യേശുക്രിസ്തു പറഞ്ഞു മനുഷ്യൻ ദേവന്മാരാണ്, അല്ലെങ്കിൽ ദൈവങ്ങളാണ്. ഇന്ന് ഈ ഭൂമിയിൽ നിങ്ങൾ നോക്കിയ സകല സാധനങ്ങളും, ബിൽഡിങ്ങുകൾ, ഫ്ലൈറ്റുകൾ, ഒരു സിറ്റിക്കകത്ത് വേണ്ട കാര്യങ്ങൾ, വെള്ളം, കണ്ടുപിടുത്തങ്ങൾ എല്ലാം മനുഷ്യൻ്റെ ക്രിയേറ്റിവിറ്റിയാണ്. ഏതോ മനുഷ്യൻ്റെ ഉള്ളിൽ പ്ലാൻ ചെയ്ത് വെച്ച ഒന്നിനെ അവൻ വിശദമായി പുറത്തു കൊണ്ടുവന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ് യഥാർത്ഥത്തിൽ അവൻ്റെ വിഷയം. ദൈവം ആരോട് സംസാരിച്ചിട്ടില്ല. ഐസക് ന്യൂട്ടൻ്റെ തലയിൽ ആപ്പിൾ ഇട്ട് കൊടുത്തിട്ട് ദൈവം പറഞ്ഞില്ല ഐസക് ന്യൂട്ടൻ ആപ്പിൾ വന്ന് വീഴുന്ന ഗുരുത്വാകർഷണം കൊണ്ട്. അവന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ദൈവം വിഷൻ കൊടുക്കത്തേ ഉള്ളൂ, ദൈവം ഐഡിയാസ് കൊടുക്കത്തേ ഉള്ളൂ. ദൈവം ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കത്തില്ല. ശ്രദ്ധിച്ച് കേൾക്കണം. വളരെ തിങ്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇന്ന് വളരെ ഈ വിശ്വാസഗോളത്തിലുള്ള ഏറ്റവും വലിയ കൾട്ടുകളിൽ അല്ലെങ്കിൽ ദുരുപദേശങ്ങളിൽ ഒന്ന് ഞാൻ പൊളിക്കുകയാണ്. അപ്പോൾ മനുഷ്യൻ്റെ ഉള്ളിൽ ആത്മാവുണ്ട്. ഈ ആത്മാവിൻ്റെ ഉപയോഗം എന്താണ്? ഞാൻ ആ വാക്യത്തിൻ്റെ അവിടെ നിർത്തിയിട്ട് ഞാൻ നേരത്തെ എടുത്ത വാക്യത്തിൽ വരികയാണ്. നമ്മൾ ദേവന്മാരുടെ ആത്മാവ് ഉള്ളവരാണ്. നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളെ വീട്ടിൽ സമാധാനം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, സമാധാനം നശിപ്പിക്കാനും പറ്റും. നിങ്ങളുടെ വീട്ടിനകത്ത് നിങ്ങൾക്ക് ബഹളം ഉണ്ടാക്കാൻ പറ്റും, ശാന്തനായിരിക്കാനും പറ്റും. നിങ്ങൾക്ക് ഐഡിയാസ് കൊണ്ടുവന്ന് പുതിയ പ്രോജക്ട്സ് കൊണ്ടുവരാൻ പറ്റും, നശിപ്പിക്കാനും പറ്റും. പണം ഉണ്ടാക്കാൻ പറ്റും, പണം നശിപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് രോഗിയാകാൻ പറ്റും, രോഗിയാകാതിരിക്കാനും പറ്റും. ഇങ്ങനെ മനുഷ്യനാണ് എല്ലാം. ഞാൻ ചോദിക്കട്ടെ, പെന്തക്കോസ്ത നാൾ വന്നപ്പോൾ അഗ്നി നാവുകൾ അവരുടെ മേലിറങ്ങി വന്നു എന്ന് തിരുവെഴുത്ത്. ഇതെല്ലാം നിങ്ങളുടെ വേദപുസ്തകത്തിലുള്ള കാര്യങ്ങളാണ്. ഞാൻ തെളിവിനാണ് അതെടുക്കുന്നത്. ഈ അഗ്നി നാവ് കൊടുക്കാതെ ദൈവം അവരോട് വന്ന് സംസാരിച്ച പോരെ? എന്തിനാ മനുഷ്യർക്ക് അഗ്നിനാവ് കൊടുത്തത്? അവൻ ഓരോരുത്തരുടെ മേൽ വന്ന് പതിഞ്ഞു എന്ന് വ്യക്തമായി അവിടെ എഴുതിയിരിക്കുന്നു. എന്തിനാ നാവ് കൊടുത്ത്? അവിടെ പരിശുദ്ധാത്മാവ് ആ വാക്യം എഴുതിയപ്പോൾ ഇങ്ങനെ എഴുതി, അവർ അഗ്നി നാവെന്നാണ് എഴുതിയിരിക്കുന്നത്, ഫയർ ടങ്സ് എന്നാണ്. ഇത് നേരെ വന്ന് ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞെന്നാണ്. ദൈവത്തിന് ആ നാവ് അതുപോലെ സംസാരിച്ച് ജനത്തോട് നിൽക്കുന്നവരോട് പറഞ്ഞാൽ പോരെ? ദൈവം ഒരിക്കലും അത് ചെയ്യത്തില്ല. ദൈവം മനുഷ്യനിൽ കൂടി മാത്രമേ സംസാരിക്കാറുള്ളൂ, മനുഷ്യരിൽ കൂടി മാത്രമേ ഇടപെടാറുള്ളൂ, മനുഷ്യരിൽ കൂടി മാത്രമേ ഐഡിയാസ് കൊടുക്കത്തുള്ളൂ, മനുഷ്യരിൽ കൂടി മാത്രമേ അത്ഭുതങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്ലൈറ്റ് ഒരു അത്ഭുതമാണ്, ഇതുപോലെ അത്ഭുതങ്ങൾ ദൈവം ചെയ്യത്തുള്ളൂ. അല്ല ഇന്നത്തെ പോലെ രോഗസൗഖ്യവും പ്രവചനവും ഇങ്ങനെയുള്ള ബെഡായികളൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. ഇതൊന്നും ദൈവത്തിൻ്റെ വകയല്ല. ദൈവത്തിന് നമ്മളോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ദൈവം വിഷൻ കാണിച്ചു തരും. ദൈവം വലിയൊരു ഡ്രീം കാണിച്ചു തരും. യോസഫിന് ദൈവം ഡ്രീമാണ് കാണിച്ചു കൊടുത്തത്. കാരണം നമ്മൾ ദേവന്മാരുടെ ആത്മാവ്, അല്ലെങ്കിൽ ദേവന്റെ ആത്മാവ്, ദൈവത്തിൻ്റെ റൂഹ കൊണ്ട് ജീവിക്കുന്നവരാണ്. ദേഹം ദേഹി ആത്മാവിൽ ജീവിക്കുന്നവരാണ് നമ്മൾ ഇന്ന് വരെ ആത്മാവിൽ ജീവിക്കാൻ ശ്രമിച്ചിട്ടില്ല. ആത്മാവിൽ ഉണ്ടെന്ന് തിരിച്ചറിവും ബോധം പോലുമില്ല.
മരിക്കുമ്പോൾ പോകുന്ന ഒന്നാണ് ആത്മാവെന്ന് നമ്മൾ ചിന്തിച്ചിരിക്കുന്നത്. വലിയ ഡേഞ്ചറാണ് നമ്മളെ തേടി നിൽക്കുന്നത്. നമ്മൾ ആത്മാവിൽ ഇവിടെ ജീവിക്കാൻ പറ്റാത്തവരാണ് ദൈവത്തിൻ്റെ രാജ്യത്തിൽ പോയി ജീവിക്കുമെന്നൊക്കെ വീമ്പിളക്കി ഇവിടെ നടക്കുന്ന ആൾക്കാർ. ദൈവത്തിൻ്റെ രാജ്യത്തിൽ പോയി ജീവിക്കാനൊന്നും നിങ്ങളെക്കൊണ്ട് കഴിയത്തില്ല. കാരണം ഇവിടെ നിങ്ങൾ ഹോൾനെസ് ജീവിക്കാതെ അവിടെ എങ്ങനെ ജീവിക്കും? ഇവിടെ ക്രിസ്തുവിനെ വഹിച്ചു എന്ന് കൺഫസ് ചെയ്യാതെ നിങ്ങൾ എങ്ങനെ അവിടെ ചെന്ന് കർത്താവിനെ ഏറ്റുപറയും? വളരെ ഡേഞ്ചറിലാണ് നിങ്ങൾ പോയിക്കുന്നത്. നിങ്ങൾ മതത്തിൻ്റെ ആളായിട്ട് പോയിക്കൊണ്ടേ നിങ്ങൾ ഒരിക്കലും കർത്താവിനെ തിരിച്ചറിഞ്ഞിട്ടില്ല. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, വ്യക്തമായിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ ഇന്ന് ആയിരിക്കുന്നത് ദൈവം അല്ലെങ്കിൽ റൂഹ നിത്യജീവനകത്ത് വെച്ചുകൊണ്ടാണ്. നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ സംഭവിക്കും. നിങ്ങൾ കൺഫസ് ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിക്കും. 1 മണിക്കൂർ ദിവസം മെഡിറ്റേറ്റ് ചെയ്യുന്ന ആളായിരിക്കണം. 1, 2, 3 മണിക്കൂർ മെഡിറ്റേറ്റ് ചെയ്ത് ദൈവവുമായിട്ട്. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചുമ്മാ സ്തുതിയും പ്രാർത്ഥനയും നിങ്ങളുടെ ആവശ്യം പറയുന്നതല്ല. മെഡിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ദൈവിക വേർഡലുമായിട്ടൊരു എൻകൗണ്ടർ ഉണ്ടായിരിക്കണം എപ്പോൾ. എന്നിട്ട് വേണം തിരുവെഴുത്തുകളുടെ ഉള്ളിൽ നിന്ന് നിങ്ങൾ കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ കണ്ണിൽ കൂടി നോക്കാൻ. നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഒരുപാട് വചനം അറിഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. നമുക്കിന്ന് ജീവിക്കാൻ, നമ്മുടെ ലൈഫിനകത്ത് നമ്മളൊന്ന് തകർന്നു പോയാലും തെറ്റിപ്പോയാലും നമുക്കൊന്ന് കൈപിടിച്ചെഴുന്നേൽക്കാൻ ഒരു ഊന്നുവടിയാണ് യഥാർത്ഥത്തിൽ ദൈവം എന്ന് പറയുന്നത്. ഒരു കുളത്തിൽ വീഴുന്നു പോയ ഒരു മനുഷ്യൻ അവൻ തപ്പുന്നത് അവന് രക്ഷപ്പെടാനുള്ള ഒരു താങ്ങ് തടിയാണ്, അല്ലെങ്കിൽ അവൻ്റെ രക്ഷയിലേക്ക് രക്ഷപ്പെടാനുള്ള ഒരു ഉപാധിയാണ് അവൻ നോക്കുന്നത്. ആ ഉപാധിയാണ് യഥാർത്ഥത്തിൽ ദൈവം. നിങ്ങളുടെ കഷ്ടതയിൽ, നിങ്ങളുടെ പ്രയാസത്തിൽ, നിങ്ങളുടെ വേദനയിൽ നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളകത്തിരിപ്പുണ്ട്. ഈ ആളെ പ്രശ്നം, ഈ ആളിലാണ് സകലതും ദൈവം കൊടുത്തിരിക്കുന്നത്. ഈ ആള് നമുക്ക് തന്നിരിക്കുകയാണ്. അതുമാണ് പ്രശ്നം. യേശു കർത്താവെ അനുഗ്രഹിക്കണം. കർത്താവ് പറഞ്ഞ എഫെസ്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ടാ മണ്ട, സകലതും നിന്റെ മേൽ വെച്ചിട്ട് ഞാൻ ഇവിടെ ഒഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുക. ഞാൻ സ്വസ്ഥനായിട്ട് സിംഹാസനത്തിൽ ഇരിക്കുക. എനിക്കിനൊന്നും ചെയ്യാനില്ല. ചെയ്യേണ്ടവർ നിങ്ങളാണ്. അതുകൊണ്ടല്ലേ യേശു ക്രിസ്തു മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ പറഞ്ഞ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ. ഇതാരാ ഉണ്ടാക്കേണ്ടത്? നമ്മളാ. നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ ദാരിദ്ര്യം മാറണേ നിങ്ങൾ കൽപ്പിക്കണം, നിങ്ങൾ ക്യാൻസൽ ചെയ്യണം. കാരണം തിരുവെഴുത്തിലൊരു വാക്യം, ഞാൻ ഒരുപാട് വാക്യം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വാക്യം ഞാൻ പറയാം. സദൃശ്യവാക്യങ്ങൾ 18:20 വായുടെ ഫലത്താൽ മനുഷ്യന്റെ ഉദരം നിറയും, ജീവനും മരണവും നാവിൻ്റെ അധികാരത്തിൻ്റെ മേൽ ഇരിക്കുന്നതാണ്. അധികാരത്തിൽ നാവിനകത്തിരിക്കുന്നതല്ല, നാവിൻ്റെ അധികാരത്തിൻ്റെ മേൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങളെ കൽപ്പിക്കാൻ പറ്റും. നിങ്ങൾ കൽപ്പിച്ചാൽ ക്രിയേറ്റ് ആവും. 2 ചെടി എടുത്ത് വെച്ചിട്ട് ഒന്നിനെ ദിവസവും നിങ്ങൾ പഴി പറയുകയും ഒന്നിനെ നിങ്ങൾ ദിവസവും നന്മ പറയുകയും ചെയ്താൽ നന്മ പറഞ്ഞ ചെടി വളരുകയും മറ്റേ ആ കെട്ടത് പറഞ്ഞ ചെടി നശിച്ചു പോവുകയും ചെയ്യും. ആരെ നശിപ്പിച്ചത്? നമ്മൾ തന്നെയാണ്. നിങ്ങളുടെ വീട്ടിലെ ബന്ധങ്ങൾ നിങ്ങൾ നശിപ്പിച്ചതാണ്, ദൈവമല്ല. നമ്മുടെ പ്രശ്നം എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ദൈവത്തിൻ്റെ പേരിൽ കൊണ്ടിടും. ദൈവമാണ് ചെയ്തത്, ദൈവം അങ്ങനെ ചെയ്യാൻ പറയും. ദൈവം ആരോടും ഒന്നും ചെയ്യാൻ പറയത്തില്ല. കാരണം ദൈവത്തിൻ്റെ ഒന്നുമില്ല. സകലതും അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു എന്നാണ് വാക്യം. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് സാഹചര്യം, നമ്മളിപ്പോൾ ജീവിക്കുന്ന ലൈഫ്, ഇതൊക്കെയാണ് നമ്മുടെ നോട്ടം. കാരണം നമ്മുടെ ദേഹി കറക്റ്റ് പോർഷനിലേക്ക് കാഴ്ച അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള കർത്താവിലേക്ക് ഫോക്കസ് ചെയ്യാൻ അനുവദിക്കത്തില്ല. അതാണ് ഈ നന്മ തിന്മയുടെ പ്രശ്നം. അതിനെക്കുറിച്ച് വിശദമായിട്ട് എടുത്തു തരാം ഒരിക്കൽ. നന്മ തിന്മയുടെ പ്രശ്നം ദൈവത്തിങ്കിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോഴത്തേക്ക് ദൈവത്തിങ്കിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോൾ ചുറ്റും പ്രശ്നങ്ങളാണ്. ക്രിസ്ത്യാനിയായി നിങ്ങൾ ജീവിച്ചാൽ നിങ്ങളുടെ കടഭാരം മാറത്തില്ല, പ്രശ്നം മാറത്തില്ല, പ്രതികൂലം മാറത്തില്ല, രോഗം മാറത്തില്ല, ഒന്നും മാറത്തില്ല. ഇതൊക്കെ വന്ന് കൂടിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ. പക്ഷെ ദൈവം ഇതിൽ നിന്നൊക്കെ നിങ്ങളെ വിടുവിച്ച് നടത്തും. എങ്ങനെ നടത്തും? പ്രാർത്ഥന കൊണ്ട് നടത്തുക എന്നല്ല, നിങ്ങൾ കൽപ്പിക്കും തോറും. ഞാൻ ചോദിക്കട്ടെ,
വെള്ളമില്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? നീ ആ തീക്കൽ പാറയിലേക്ക് കൽപ്പിക്കാന്നല്ലേ പറഞ്ഞത്. ദൈവത്തിന് എന്താ വെള്ളം അതിനകത്ത് തുറന്നു കൊടുത്തു? ദൈവം എന്തിനാ മനുഷ്യനെ ഉപയോഗിച്ചത്? മോശ ഉപയോഗിച്ചെന്തിനാ? മോശ അതിലൊക്കെ അടിച്ചു എന്നൊക്കെ നമുക്ക് അറിയാം. അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു. ഇതേ വെള്ളം ഇതേ മോശയുടെ ന്യായപ്രമാണമുള്ള മോശ, യഹൂദന്മാർ ന്യായപ്രമാണമുള്ള ആൾക്കാരാണ്. യേശുക്രിസ്തുവിനെ ക്രൂശിൽ വെച്ച് അടിക്കുകയാണ്. അവൻ്റെ ഉള്ളിൽ നിന്ന് രക്തവും വെള്ളം പുറപ്പെട്ടു എന്നും വാക്യം. ഇത് രണ്ടും ഒന്നാണ്. പഴയ നിയമത്തിനകത്ത് ആ തീക്കൽ പാറയ്ക്കകത്തുനിന്ന്, ലൈം സ്റ്റോണിനകത്തുനിന്ന് വെള്ളം വരുന്ന ഒരു സംഭവമുണ്ട്. ദൈവം എന്തിനാണ് മനുഷ്യനെ അതിനു വേണ്ടി ഉപയോഗിച്ചത്? മനുഷ്യനിൽ കൂടിയാണ് വീണ്ടെടുപ്പ് നടക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് മനുഷ്യരെയാണ് ദൈവം ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങൾ ദൈവത്തിൻ്റെ പാർട്ടേക്കറാണ്. ഇവനും നമ്മിൽ ഒരുവനെ പോലെ ആകാതിരിക്കേണ്ടതിന്, ആകാതിരിക്കേണ്ടെന്ന വാക്യമാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. പ്രതിമ എന്ന് പറയുന്നത് ആ മണ്ണ് കൊണ്ടുള്ളവൻ്റെ 1 കൊരിന്ത്യർ ലേഖനം 15:49 എഴുതിക്കുന്നു, ആ മണ്ണ് കൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെ പ്രതിമ ധരിക്കും എന്ന് പൗലോസ് പറയുകയാണ്. എന്ന് വെച്ചാൽ നാളെ ധരിക്കുമായിരിക്കും. പക്ഷെ നമ്മളിന്ന് അതും ധരിച്ചാണ് നിൽക്കുന്നത്. വി ആർ ദ സ്പിരിറ്റ്, വി ആർ ഗോഡ്സ്. നിങ്ങൾക്ക് കൽപ്പിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഇമാജിനേഷൻ ചെയ്ത് കൽപ്പിക്കാൻ പറ്റും. ഒരു ജോലിയിലെയോ കൽപ്പിച്ച് അതുകൊണ്ടാണ് തിരുവെഴുത്തിലിങ്ങനെ വാക്യം ഹീബ്രു അല്ലെങ്കിൽ എബ്രായ ലേഖനം 4:12 എഴുതിയിരിക്കുന്നു, ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും പ്രാണനെ ആത്മാവിനെ സന്ധിമജ്ജകളെയും, പ്രാണൻ ആത്മാവ് സന്ധിമജ്ജ ദേഹി വേർപിടിക്കും വരെ തുളച്ചേലുന്ന ഹൃദയത്തിൽ. എന്ന് വെച്ചാൽ അതൊരു ചുറ്റികയാണ്. ഒരു പാറയെ തുളയ്ക്കാൻ ഒരു ചുറ്റിക എടുത്ത് വെച്ചിട്ട് അതിലൊരു ഒരു ഇരുമ്പ് കഷ്ണം വെച്ചിട്ട് അതിനെ കുറേ നേരം അടിക്കണ്ടേ? ഒറ്റ അടി കൊണ്ടത് പൊട്ടുപോകും. കുറേ ദിവസം അടിച്ചാൽ മാത്രമേ അതിൽ ഹോള് വരത്തുള്ളൂ. എന്നിട്ട് ആ ഹോളിനകത്ത് ഡൈനാമൈറ്റ് വെച്ച് അതിനെ പൊട്ടിച്ചാണ് പാറ എടുക്കുന്നത്, ഒരു പാറയെ ഛന്നാഭിന്നമാക്കുന്നത്. അതുപോലെ തിരുവെഴുത്ത് പഠിപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ഈ എഴുതിയിരിക്കുന്ന സാധനമല്ല ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവാണ്. ക്രിസ്തു ഇവിടെ ഇരിക്കുന്നു, നമ്മുടെ ഉള്ളിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയുള്ളതാണ്. ഈ വേർഡ് നമ്മളിൽ ഫ്ലഷായി മാറുമ്പോഴാണ് നമ്മൾ സ്പിരിറ്റ് ആക്ടിവേറ്റ് ആയി നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. നമ്മൾ വായിക്കുന്ന ദൈവശബ്ദം, ആ വാക്യം നമ്മളിൽ ഫ്ലഷ് ആകണം. ആ വാക്യം നമ്മൾ ഫ്ലഷ് ആകണമെങ്കിൽ ആ വാക്യം നമ്മൾ കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം. പാറയിലൊരു ചുറ്റിക വെച്ച് അടിക്കും പോലെ കൽപ്പിച്ചുകൊണ്ടേയിരിക്കണം. അത് ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്നോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വിട്ടതാണ്. നിങ്ങളുടെ രോഗങ്ങൾ എന്നോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വിട്ടതാണ്. നിങ്ങളുടെ ഭാരങ്ങൾ, തകർച്ചകൾ, വീഴ്ചകൾ എന്നോ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വിട്ടതാണ്. നിങ്ങൾക്കറിയത്തില്ല, അയ്യോ ഞാൻ എന്ത് തെറ്റ് ചെയ്തു ദൈവമേ എന്ന് പലപ്പോഴും നമ്മൾ ചോദിക്കാറുണ്ട്, ഇല്ലേ? ഒരു ഉറുമ്പിനെ പോലും ഞങ്ങൾ നോവിച്ചിട്ടില്ല. കർത്താവേ എനിക്കെന്താ ഈ ഗതി, എൻ്റെ കുടുംബത്തിന് എന്താ ഗതി? നിങ്ങൾ എന്നോ ക്രിയേറ്റ് ചെയ്ത് വിട്ടതാണ്. എന്ത് ക്രിയേറ്റ് ചെയ്ത് വിട്ടു? എന്നോ ശാപിച്ച്. ചിലർ പറയാറില്ലേ, ഞാൻ പറയാം, കർത്താവേ ഈ ജീവിതം ഒന്ന് തൊലഞ്ഞു കിട്ടിയാൽ മതി. നമ്മൾ പറഞ്ഞു, അതിനുശേഷം ആ പ്രശ്നം അങ്ങ് മാറി, നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ റിലാക്സ് നടക്കുകയാണ്. പക്ഷേ ഈ വാക്ക് ക്രിയേറ്റ് ആകുകയാണ്. ഈ വാക്ക് അവിടെ കിടന്ന് ക്രിയേറ്റായി ഒരു ദിവസം നിൻ്റെ എങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ ജനിച്ചു പോയല്ലോ എന്ന് പറഞ്ഞവൻ്റെ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ നിന്ന് എങ്ങനെ നശിച്ചു പോയ അവൻ്റെ ഒരു രോഗം വന്നാൽ ഇവൻ പറഞ്ഞ വാക്ക് ക്രിയേറ്റ് ആകുന്നത്. എല്ലാ രോഗമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ പറയുന്നതാണ് ക്രിയേഷൻ നടക്കുന്നത്. നമ്മൾ പറഞ്ഞത് ക്രിയേറ്റ് ആയിക്കൊണ്ടേയിരിക്കും. ആദത്തിൻ്റെ മുമ്പിൽ കൂടി സകല മൃഗങ്ങൾക്കും ദൈവം കൊണ്ടുപോയിട്ട് പറഞ്ഞ് പേരിടിച്ചു. ദൈവത്തിന് അത് പേരിടാൻ അറിയത്തില്ലേ? മനുഷ്യൻ ഇട്ടതൊക്കെ അത് പേരായി. അതിന്ന് വരെ അങ്ങനെ തന്നെ. ഇന്നും ഓരോ ഫ്ലാറ്റുകളിൽ മനുഷ്യൻ പേരിടുന്നുണ്ട്. വീടുകളുടെ പേര് മനുഷ്യനാണ് ഇടുന്നത്. എന്ത് സാധനമുണ്ടെങ്കിലും മനുഷ്യനാണ് പേരിടുന്നത്. കാരണം ദൈവം മനുഷ്യനിൽ കൂടെയാണ് കൽപ്പിക്കുന്നത്. അവൻ്റെ വാക്കാണ് ക്രിയേഷൻ. പഴയ ആദം ദേഹിയാണ്, പുതിയ ആദം ദേഹമുള്ളവനും ആത്മാവുള്ളവനും
പഴയ ആദം എന്ന് പറയുന്നത് ദേഹിയുള്ളവനും ദേഹമുള്ളവനുമാണ്. പുതിയ ആദമായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരുന്ന് നമ്മളിന്ന് ദേഹം, ദേഹി, ആത്മാവിൽ ജീവിക്കുകയാണ്. നമുക്ക് 3 കാര്യങ്ങളിൽ ദേഹത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് നമ്മളെ ദേഹത്തിൽ ജീവിക്കാനല്ല കർത്താവ് വിളിച്ചത്, ആത്മാവിൽ ജീവിക്കാനാണ്. ആത്മാവിൽ ജീവിക്കുക എന്ന് ക്രിസ്ത്യൻ കോളത്തിനകത്ത് കേട്ടിട്ടേ ഉള്ളൂ, അങ്ങനെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയത്തില്ല. ആത്മാവിൽ ജീവിക്കുന്ന ദൈവവുമായിട്ടൊരു മനുഷ്യൻ കണക്റ്റായിട്ട് ആ ദൈവവുമായിട്ട് കണക്റ്റ് ആകുന്നതിൻ്റെ പ്രതിഫലനമാണ് അവൻ ഈ ഭൂമി ജീവിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിൽ. നമുക്ക് ഹോളിയാകാൻ പറ്റത്തില്ല. നമ്മൾ ഭയങ്കര വിശുദ്ധിയമേതാക്കാൻ, വിശുദ്ധനാവാൻ നിങ്ങൾക്ക് പറ്റത്തില്ല. നിങ്ങളെ വിശുദ്ധനാക്കുകയാണ് ദൈവം ചെയ്യുന്നത്. നിങ്ങൾക്ക് ദൈവസാന്നിധ്യം നടക്കാൻ പറ്റത്തില്ല. ദൈവസാന്നിധ്യം ദൈവം നടത്തുകയാണ് ചെയ്യുന്നത്. എങ്ങനെ? സ്പിരിറ്റിൽ, ദൈവത്തിൻ്റെ ആത്മാവ്. ദൈവവുമായിട്ടൊരു മനുഷ്യൻ ഇഴുകിച്ചേർന്ന് കഴിയുമ്പോൾ ഇഴുകിച്ചേരുക എന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രാർത്ഥന, പാട്ട്, അതൊന്നുമല്ല ഇഴുകിച്ചേരുക, അത് മതാന്ധതയാണ്. നമുക്ക് ദൈവം ഇഴുകിച്ചേരാൻ തന്നിരിക്കുന്ന പവർ എങ്ങനെയെന്നറിയാമോ? മെഡിറ്റേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് ദിവസം മെഡിറ്റേറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ആട്രിബ്യൂട്ട്സ്, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്, കർത്താവെ ക്രിസ്തു എന്നിൽ നിറഞ്ഞിരിക്കുന്നു, ക്രിസ്തുവിൻ്റെ സ്വഭാവം എന്നിൽ വെളിപ്പെട്ട് വന്നുകൊണ്ടേയിരിക്കണം. എന്നിൽ ഒരുപാട് ദോഷവും കുറവും വീഴ്ചയൊക്കെ ഉണ്ട്. എന്നിൽ മോശപ്പെട്ട കാര്യങ്ങളുണ്ട്. എനിക്ക് ദേഷ്യം വന്നാൽ ഞാനും കോപിക്കാറുണ്ട്, ദേഷ്യം വരും, ഞാൻ ബഹളം വയ്ക്കാറുണ്ട്. പക്ഷേ തിരുവെഴുത്തിനകത്ത് ഞാൻ സ്പിരിറ്റിലായിക്കഴിഞ്ഞാൽ ഞാൻ സ്പിരിറ്റിലായിക്കൊണ്ടേയിരിക്കണം. പെട്ടെന്ന് ഒരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഇത് വന്നു ചേരത്തില്ല. പതിയെ 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 വന്നു ചേരും. ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നതെന്ന് പറഞ്ഞാൽ കൽപ്പിക്കുന്നു, യേശുക്രിസ്തുവിൻ്റെ സകലതും, യേശുക്രിസ്തുവിൽ ഉള്ള സകലതും എന്നിൽ വെളിപ്പെട്ട് വരണം എന്നാണ് ഞാൻ പ്രാർത്ഥിക്കാറ്. അതാണ് പ്രയർ. നമ്മുടെ കണ്ണ് തുറക്കും. നമ്മൾ ഇന്നലെ വരെ കണ്ട വേദപുസ്തകത്തിലെ കാര്യങ്ങളും ഒന്നുമല്ലായിരിക്കും പിന്നെ കാണുന്നത്, ക്രിസ്തുവിലൂടെ ആയിരിക്കും നമ്മൾ കാണുന്നത്. യെശയ്യാ പ്രവാചകന്റെ ചുരുൾ എടുത്ത് സിനഗോഗിനകത്ത് വായിച്ചപ്പോൾ എല്ലാവരും വായിച്ചിട്ടുണ്ട്, പക്ഷേ യേശുക്രിസ്തു വായിച്ചപ്പോൾ അതൊരു പ്രത്യേകത. കാരണം ആ കണ്ണ് വേറെയാണ്, ആ കാഴ്ച വേറെയാണ്. നിങ്ങളിന്ന് യേശുക്രിസ്തുവിൻ്റെ കണ്ണാണ്. നിങ്ങൾ കാണുന്ന കാഴ്ചകൾ ആത്മാവിലാണ്. നമ്മുടെ പ്രശ്നം ആത്മാവിലേക്ക് കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതങ്ങളൊക്കെ ചെയ്ത് വീഡിയോകളൊക്കെ എടുക്കുക, പബ്ലിക്കാക്കുക, എയറിലാക്കുക. നീ എയറിലാവാനൊന്നും പോകണ്ട. യഥാർത്ഥ ദൈവ മനുഷ്യൻ ഒളിഞ്ഞിരിക്കും, ഒരിക്കലും പബ്ലിക്ക് വരത്തില്ല. യേശുക്രിസ്തുവിന് എത്ര ക്യാമറ എങ്കിലും ഇന്ന് വേണമായിരുന്നു. യേശുക്രിസ്തുവിൻ്റെ കയ്യിൽ ഇന്നത്തെ കാലത്തിലാണ് ഒരു യേശുക്രിസ്തു ജനിച്ചിരുന്നതെങ്കിൽ കൺവെൻഷൻ സ്റ്റേജുകൾക്ക് പ്രളയമായിരുന്നേനെ. ഞാൻ ഇതെല്ലാം പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത നിലയിലുള്ള കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഞാൻ അതുകൊണ്ടാണ് മിസ്റ്ററീസ് ആയിട്ട് ഞാനൊന്ന് എടുക്കാതെ ഞാനിത് മാത്രം എടുത്ത് പോകുന്നത്. ഞാൻ ഫേസ്ബുക്കിൽ ലൈവ് ഇടാതെ യൂട്യൂബിൽ തരുന്നതിൻ്റെ കാരണം ഈ വഴി പോകുന്ന ആൾക്കാരെല്ലാം വന്ന് കമൻ്റ് അടിച്ചിട്ട് പോകുന്നതല്ല യഥാർത്ഥത്തിൽ ആ ലൈഫ്. ഇതൊരു ഭയങ്കരമായ ഒരു ലൈഫാണിത്. അത് അനുഭവിക്കുന്നവർ ആ ലൈഫിൽ തന്നെ ജീവിക്കാൻ കൊതിക്കും. നമ്മളിന്ന് ജീവിക്കുന്നത് ഈ ഭൂമിയിൽ അപ്പനും അമ്മയും തന്ന ഈ ലൈഫിൽ, അല്ലെങ്കിൽ ദൈവം തന്ന ഈ ലൈഫിൽ, ഊനമില്ലാത്ത ഈ ലൈഫിൽ നമ്മളിങ്ങനെ ആ ഒരു ലൈഫിൻ്റെ ആ ഒരു ഓളത്തിൽ അങ്ങ് പോവുകയാണ്. നമുക്കൊരു പ്രോബ്ലം വരുമ്പോഴാണ് നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് പോകുന്നത്. ആശുപത്രി അന്വേഷിച്ച് ആദ്യം പോകും, പിന്നെ ദൈവത്തെ അന്വേഷിച്ച് പോകും. ആശുപത്രിക്കാർ കൈവിടുമ്പോൾ ദൈവത്തെ അന്വേഷിച്ച് പോകും. ഹോസ്പിറ്റലുകാർ പറയും ദൈവമാണ്, ഇനി ദൈവത്തിൻ്റെ കയ്യിലാണ് എല്ലാം. ആരാണ് ദൈവം? നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന ക്രിസ്തുവാണ് ദൈവം. ക്രിസ്തു തൻ്റെ പുത്രനെ തന്നവൻ, അതിനോടുകൂടി സകലത് നിങ്ങൾക്ക് തന്നിരിക്കുന്നു. നിങ്ങൾ ഇന്ന് ആരാന്നറിയാമോ? സകലതും ധരിച്ചിരിക്കുന്ന ഒരു റോയൽ ഭടനല്ല, നിങ്ങൾ റോയൽ പുത്രനാണ്. പിതാവിൻ്റെ കയ്യിൽ കർത്താവേ എൻ്റെ മകളുടെ കല്യാണം നടത്തി തരണമേ എന്ന് പറഞ്ഞ് കല്യാണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ കർത്താവ് നടത്തി തരത്തില്ല. കാരണം അവന് വികാരമില്ല, ഇമോഷൻസ് ഇല്ല, ഫീലിങ്സ് ഇല്ല. കർത്താവ് എൻ്റെ കുഞ്ഞിൻ്റെ, എനിക്ക് ദാരിദ്ര്യം മാറ്റി തരണം, എൻ്റെ കുഞ്ഞിൻ്റെ വിഷയങ്ങൾ അവൻ്റെ പഠനത്തിൽ താഴ്ചയാണ്, അവനൊന്ന് പഠിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞാൽ കർത്താവിന് കഴിയത്തില്ല. കാരണം കർത്താവ് സകലം നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. നിങ്ങളാണ് അതിനെ വർക്കൗട്ട് ചെയ്ത് പുറത്തു കൊണ്ടുവരിക. വർക്കൗട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കൺഫസ് ചെയ്ത് പുറത്തു കൊണ്ടുവരേണ്ടത്. നിങ്ങൾ അധികാരത്തോടെ ക്രിസ്തുവിൽ കൽപ്പിച്ചാൽ അതുണ്ടാകും.
സമാധാനമില്ലാത്ത വീടുകളാണോ? നീ കൈ ഉയർത്തി കൽപ്പിക്കാൻ തുടങ്ങുക, നിന്റെ വീട്ടിൽ സമാധാനം വന്നു കയറും. കുടുംബത്തകർച്ചയാണോ? കൈ ഉയർത്തി കൽപ്പിക്കാൻ നോക്ക്. കൽപ്പിക്കും തോറും നിന്റെ സാഹചര്യം മാറുന്ന നീ കാണും. കുഞ്ഞുങ്ങൾ പഠനത്തിൽ മോശമാണോ? കരമുയർത്തി കൽപ്പിക്കാൻ തുടങ്ങുക. നീ ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ അവരെ ദൈവം കൊണ്ടെത്തിക്കും. നിങ്ങൾക്കാണ് അധികാരം. നിങ്ങളാണ് റോയൽ പ്രീസ്റ്റ്ഹുഡ്, റോയൽ കിങ്. കിങ്ങിന് കൽപ്പിക്കാനേ പറ്റത്തുള്ളൂ. നിങ്ങളെ വാഴാൻ വിളിച്ചാൽ നിങ്ങൾ അപേക്ഷിക്കാൻ പോകരുത്. പുത്രന്റെ ബോധമുള്ളവൻ ഒരിക്കലും അപേക്ഷ സ്വരം കൊണ്ടുപോകത്തില്ല. പുത്രന്റെ ബോധമുള്ളവൻ രാജത്വം കൊണ്ടേ പോകത്തുള്ളൂ. രാജത്തിലെ വാക്കുകളെ അവൻ വരുള്ളൂ. നിങ്ങളെ വീട്ടിൽ അന്യനെക്കുറിച്ച് ദോഷം പറയരുത്, അന്യനെക്കുറിച്ച് വേണ്ടാതനം പറയരുത്. ഇത് ക്രിയേറ്റായി നാളെ നിങ്ങളെ തന്നെ ബൂമറാങ് പോലെ തിരിച്ചടിക്കും. ഈ നെഗറ്റീവിനൊരു പ്രശ്നമുണ്ട്, അറിയാവോ? ഞാൻ അവിടെ പറയാം. നെഗറ്റീവ് ഞാൻ പറഞ്ഞു തുടങ്ങിയാൽ അതൊരിക്കലും ദൈവത്തിൽ ആക്ടിവേറ്റ് ആകത്തില്ല. അത് തിരിച്ച് നമ്മളിൽ തന്നെ വരും. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവമേ ഞാൻ എന്തിനാണെന്നോ ജീവിക്കുന്നത്, എന്നെ അങ്ങ് എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യൻ പറഞ്ഞു പോകുന്നതാണ്. പക്ഷേ ആ വാക്ക് ക്രിയേറ്റായി പിന്നെ ബൂമറാങ് പോലെ അവനെ തന്നെ കിട്ടും. നിങ്ങളുടെ തലവേദനയ്ക്ക്, നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്, നിങ്ങളുടെ തകർച്ചയ്ക്ക്, നിങ്ങളുടെ ഉയർച്ചയ്ക്ക്, നിങ്ങളുടെ ബ്ലെസ്സിങ്ങിന് കാരണഭൂതൻ നിങ്ങൾ തന്നെയാണ്. വി ആർ ഗോഡ്സ്. നമ്മൾ ദേവന്മാരാണ്, ദൈവങ്ങളാണ്. റൂഹ ജീവന്റെ ആത്മാവുള്ളവരാണ്. ഞാനിതുകൊണ്ട് വാക്കുകൾ നിർത്തുകയാണ്. നിങ്ങളകത്ത് നിന്ന് വരുന്ന കൺഫഷൻ, ഇനിയെങ്കിലും നിങ്ങളുടെ കടുക് തീർന്നതും അരി തീർന്നതും കടഭാരമുള്ളതും അവർക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ ഇതൊന്നും പറയാൻ പോകരുത് ദൈവത്തോട്, പ്ലീസ്. അതൊരു പ്രയറല്ല. നിങ്ങളുടെ മനസാക്ഷിയെ കബളിപ്പിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ച് ആശ്വാസം കണ്ടെത്തുന്നതാണ്. യഥാർത്ഥ പ്രയർ മെഡിറ്റേഷനാണ്. എവിടെയെങ്കിലും സ്വസ്ഥമായി മാറിയിരുന്ന ഭവനത്തിലോ എവിടെയായാലും ഒരു നല്ലൊരു പ്ലേസ് കണ്ടെത്തി മാറിയിരിക്കുക. നിങ്ങൾ എവിടെ വെച്ച് കർത്താവിൽ ചേർന്നിരിക്കുന്നു, ക്രിസ്തുവിൽ എന്നിൽ നിറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിനെ വെളിപ്പെടുത്തി തരണം, എന്നിലേക്ക് വെളിപ്പെടുത്തി തരണം, ക്രിസ്തുവിൻ്റെ സകലതും എന്നിൽ വെളിപ്പെടുത്തി തരണമെന്ന് പറഞ്ഞ കരത്തിലോട്ടൊന്ന് പിടിച്ചു വയ്ക്കുക. നിങ്ങൾ സമയം പോകുന്നതേ അറിയത്തില്ല. ഒരു ദിവസം കൊണ്ടല്ല, നിങ്ങളിങ്ങനെ ചെയ്യുന്തോറും നിങ്ങളുടെ ഉള്ളിൽ ആ മെഡിറ്റേറ്റിംഗ് പവർ നിങ്ങളിന്ന് പുറത്തു വരും, ടങ്സ് പുറത്തു വരും. ഞാൻ വേറെ ഒന്നിനെ കുറിച്ചും പറയുന്നതല്ല. സകല കണ്ടുപിടുത്തങ്ങളും ദൈവം മനുഷ്യൻ്റെ ഉള്ളിൽ ഇരുന്ന് കൊടുക്കുന്ന ഐഡിയാസാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ ഇരിക്കുകയാണ്, മനുഷ്യരോട് കൽപ്പിക്കുകയാണ്. നിങ്ങൾ ചെയ്യും. നമ്മൾ ദൈവമേ നീ ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കൽപ്പിക്കും. കർത്താവെ നീ ചെയ്തു തർ. മനുഷ്യനോട് ദൈവം പറയുന്നു, നീയാണ് ചെയ്യേണ്ടത്, നിന്നോടാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ദൈവത്തിൻ്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. ദൈവം ആത്മാവാണ്. ദൈവം സ്പിരിറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമ്മുടെ ചിലർ കേട്ടിട്ടില്ല, ചില കാര്യങ്ങൾക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ അവരുടെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടക്കുന്ന കണ്ടിട്ടില്ലേ? കാരണം അവർ സ്പിരിറ്റിൽ നിന്ന് ട്രാൻസ്ഫർ ആക്കി എടുക്കുന്നതാണത്. നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ നമുക്ക് സ്പിരിറ്റിൽ നിന്ന് നമുക്ക് ദൈവത്തിൻ്റെ ആ ശബ്ദത്തെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞാൽ നമുക്ക് വിഷൻസിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ രാജാവിന് വിഷൻ കൊടുത്ത ശേഷമല്ല യോസഫിന് കൊടുത്തതിന് ശേഷമാണ് വിഷൻ രാജാവിന് കൊടുത്തത്. യോസഫിന് വിശദമായി പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് അവിടെ രാജാവിന് കാണിച്ചത്. യോസഫാണ് വിഷൻ കണ്ടത്. ആ വിഷനെ ദൂതൻ നിന്ന് കൽപ്പിച്ചു കൊടുത്ത് കാണിക്കുകയാണ്. ഓരോന്നും വിശദമായിട്ട് കാണിക്കുക. കാരണം ഇവൻ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മിടുക്കനാണ്. ഇവൻ 7 കറ്റയുടെ ട്രാൻസ്ലേഷൻ നടത്തിയ ഒരാളാണ്. ഇവന് കൊടുത്തത് അതിന് മുമ്പേ ആണ്. ദൈവം ആരോട് സംസാരിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന് സംസാരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് നിങ്ങളെ കബളിപ്പിക്കരുത്. ദൈവം പ്രവാചകന്മാരിൽ കൂടെയും അപ്പോസ്തലന്മാരെന്ന് പേരെടുക്കുന്നവരുടെ ദൈവദാസന്മാരിൽ കൂടെയും ദൈവം സംസാരിക്കാറില്ല. എപ്പോഴും ചക്ക വീഴുന്ന മുയൽ ചത്തെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും ചക്ക വീഴുന്ന മുയൽ ചാകത്തില്ല. ചക്ക വീഴുന്ന മുയലത്തില്ല. മുയൽ ചാകണമെങ്കിൽ ചക്ക എപ്പോഴും വീഴുന്ന മുയൽ ചാകത്തുമില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം നമ്മുടെ അടുത്ത് സംസാരിക്കണമെങ്കിൽ അത് സാഹചര്യങ്ങളിൽ കൂടി ആയിരിക്കും, നമ്മുടെ ഐഡിയാസിൽ കൂടെ ആയിരിക്കും, വിഷനിൽ കൂടെ ആയിരിക്കും, ദർശനത്തിൽ കൂടെ ആയിരിക്കും.
ദൈവം നമ്മോട് സംസാരിക്കാൻ പറ്റത്തില്ലെന്നേ. കാരണം നമ്മൾ ദേഹി ആത്മാവാണെന്ന് നമ്മൾ പറയുന്നു. പക്ഷെ ആത്മാവിൽ നിന്ന് നമുക്ക് ദൈവവുമായിട്ട് കണക്ട് ചെയ്യാൻ പോലും ഒന്നും അറിയത്തില്ല. എങ്ങനെ ദൈവം സംസാരിക്കും? ദേഹിയെ അടക്കി കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ചിലർ പറയും ഞാൻ പാപമൊഴിഞ്ഞു ബൈബിളിൽ പറയുന്നത് പാപമൊഴിഞ്ഞു സ്വസ്ഥമായിരിക്കാന്ന് ആരും പറയും. പറ്റത്തില്ല ആർക്കും കൺട്രോൾ ചെയ്യാൻ. നമ്മുടെ ശരീരം ഭാവമംഗലമാണ്. നന്മ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തിന്മ എത്ര എന്നിൽ വ്യാപരിക്കുന്നത്? കാരണം എന്നിൽ വരുന്ന തിന്മ എൻ്റെ ശരീരത്തിന്റെ പ്രവൃത്തികളാണ്. ഇതിനെ ദൈവമായിട്ട് കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഈ ശരീരത്തിന്റെ പ്രവൃത്തികൾ നമ്മൾ നിർജീവമായിക്കൊണ്ടേയിരിക്കും. അല്ല, നമുക്കൊരിക്കലും ഇതിനെ ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ഹെൽപ്ലെസ് ആണ്. പക്ഷെ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ടെന്നുള്ള കൺഫഷൻ നമ്മളെ സകല പ്രവർത്തികളെയും മരവിപ്പിച്ച് നമ്മളിൽ ക്രൈസ്റ്റിനെ പുറത്തു കൊണ്ടുവരും. ഞാൻ ഈ വാക്കുകൾ കൊണ്ട് നിർത്തുകയാണ്. ബാക്കി പാർട്ട് അടുത്ത ദിവസം എടുക്കാം. നമുക്ക് കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളെല്ലാവരും ശ്രേഷ്ഠ ഭുജത്തിൽ താങ്ങട്ടെ. ദൈവശക്തി നിങ്ങളോട് കൂടി ഇരിക്കട്ടെ. യേശു ക്രിസ്തു